ഓ ഗായ്സ്, വസ്ത്ര മഹാത്ഭുതം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ മെഗാ ഓഫർ ഞങ്ങളുടെ സ്വന്തം എടപ്പാളിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാത്ത ഒരു ഈവനിങ് വ്ലോഗിലോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ടുള്ള ഒരുപാട് ക്ലോത്തുകളാണ്, ഒരുപാട് മെറ്റീരിയൽ, ഒരുപാട് റെഡിമെയ്ഡ് വെയേഴ്സുകൾ, കംപ്ലീറ്റും പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് വെയേഴ്സുകളാണ്. ഒരുപാട് ഡ്രസ്സുകളാണ് അവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾക്ക് കണ്ടിട്ട് ആ കണ്ണ് മഞ്ഞളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സഞ്ജു നന്ദു ഒക്കെ ആ ഡ്രസ്സിൽ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാ ഡ്രസ്സുകൾക്കും അതേപോലെ തന്നെ ഷർട്ടുകൾ, ബനിയൻസുകൾ, നമ്മുടെ ലേഡീസ് വെയേഴ്സുകളായിട്ടുള്ള പാട്ടിയാലാസുകൾ, പിന്നെ ലെഗിങ്സ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മിഡി, എല്ലാതും എന്തൊക്കെ വേണോ എല്ലാ കാര്യങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ സഞ്ജുട്ടി എടുത്തിട്ടുള്ള ആ മിഡിക്കൊക്കെ വെറും 120 രൂപയാ തോന്നുന്നു. എല്ലാത്തിൻ്റെയും പ്രൈസസുകളും മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവളൊരു മിഡി എടുക്കുകയും ചെയ്തു. അപ്പം ഞാൻ അവൾക്ക് സ്യൂട്ടാവുന്ന മിഡി ഏതാന്ന് കറക്റ്റായിട്ട് വെച്ച് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ അവൾക്കാണെന്നുണ്ടെങ്കിൽ മിഡി വേണം എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. അപ്പം ഞാൻ സെലക്ട് ചെയ്തോളാം പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മാറി കേട്ടോ. അപ്പോൾ ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ, അവിടെ സെയിൽ 299 എഴുതി വെച്ചിട്ടുള്ള അത് കംപ്ലീറ്റ് ഷർട്ട്സുകളാണ്. എന്നുവെച്ചാൽ ജെൻസിൻ്റെ ഷർട്ട്സുകളാണ് ആ കംപ്ലീറ്റ് റോയിലുള്ളത് കേട്ടോ. കണ്ടേ, ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഫുൾ സ്ലീവ് ടീഷർട്ട്സുകൾ, ലേഡീസിൻ്റെ ടീഷർട്ട്സുകളുണ്ട്. എനിക്ക് പെട്ടെന്ന് അവിടെ ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തു. അതാണ് വീണ്ടും ക്യാമറ ഇങ്ങോട്ട് വന്നേ. നല്ല പഞ്ചാര മിഠായികൾ പോലെ മുത്തുമുത്തുകളായിട്ടുള്ളൊരു ടീഷർട്ട് കണ്ടു കേട്ടോ. അതിൻ്റെ സ്ലീവിൻ്റെ ഈ സൈഡിലോട്ട്, ഷോൾഡറിൻ്റെ സൈഡിലോട്ടും കുറച്ച് ഈ സ്ലീവിൻ്റെ ഭാഗത്തോട്ടും കൂടിയായിട്ട് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസ് അവിടെ തന്നെ ഇങ്ങനെ ടാഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ട്രൗസേഴ്സിനൊക്കെ വെറും 99 രൂപ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല അടിപൊളി ക്ലോത്ത്. എനിക്ക് കണ്ടിട്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. ഇതിനു മുമ്പേയും അവിടെ ഇതേപോലെ വസ്ത്രമഹാത്ഭുതം പറഞ്ഞ് വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും ക്വാളിറ്റി ഉള്ള തുണികളായിരുന്നില്ല ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് 100% നിങ്ങൾ എന്തായാലും എടപ്പാളുകാരാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വ്ളോഗ്സ് ആരെങ്കിലും കാണുന്ന എടപ്പാളുകാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കിക്കോ. അത്രയും അഫോർഡബിളും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് അവിടെ ഉള്ളത്. അപ്പം നന്ദുട്ടിയും സഞ്ജും ഇതേപോലെ എന്താ ചെയ്യണ്ടേ, എന്താ എടുക്കണ്ടേന്ന് പറഞ്ഞ് കൺഫ്യൂഷനിൽ നടക്കുകയാണ്. നോക്കിയേ, ഇപ്പം ഈ സൈഡിലോട്ടൊക്കെ ഇവരുടെ, അതായത് കുട്ടികളുടെ ഫ്രോക്സുകളാണ്. എല്ലാ ഏജിലുള്ള കുട്ടികളുടെ ഫ്രോക്സുകളുണ്ട് കേട്ടോ. 349 രൂപയ്ക്ക് 2 എണ്ണം, ബൈ 1 ഗെറ്റ് 1 ഫ്രീ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓഫേഴ്സുകൾ അവർ ഇറക്കിയിട്ടുണ്ട്. നല്ല നല്ല മെറ്റീരിയൽ, അതായത് കോട്ടൺ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ റയോൺ മെറ്റീരിയൽസ് വരുന്നുണ്ട്, ഒരുപാട് ഡിസൈൻസുകൾ വരുന്നുണ്ട്, വ്യത്യസ്ത പാറ്റേണുകൾ വരുന്നുണ്ട്, കളർ ചേഞ്ചിങ്ങുകൾ, അങ്ങനെ ഡബിൾ ഷെയ്ഡിലുള്ളത്, എത്രയോ ഐറ്റംസുകളാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ, അത്രയും ഡിഫറെൻറ്റ് മെറ്റീരിയൽസിലും ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് പാറ്റേൺസിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല, ഞങ്ങളിങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് നടക്കുകയാണ്. അത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യത്തിന്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ഫ്രോക്കുകളൊക്കെ നോക്കി. എന്നിട്ട് നന്ദൂനാണെന്നുണ്ടെങ്കിൽ ഏത് ഫ്രോക്ക് ഞാൻ കുറേ വെച്ചാൽ സ്കൂളിലോട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടേ 199 രൂപയുടെയൊക്കെ ഫ്രോക്സുകളുണ്ട്. നല്ല ഫ്രോക്കാണ്, ഒട്ടും നമ്മൾ കഴുകി കഴിഞ്ഞാൽ ഇങ്ങനെ ചുങ്ങൊന്നുമില്ല. അങ്ങനത്തെ തുണികൾ എനിക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ നല്ലോണം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കാണെന്നുണ്ടെങ്കിൽ ഫ്രോക്സ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. പക്ഷെ കുറേ ഡ്രസ്സുകൾ അവളിങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നുണ്ട്. അവൾക്ക് വേണ്ടിയിട്ടല്ല, ചേച്ചിക്ക് എടുക്കാന്ന്. അതായത് അവളുടെ സൈസിലുള്ള ഡ്രസ്സുകൾ അവൾ എടുത്തിട്ട് വരികയാണ്, എന്നിട്ട് ചേച്ചിക്ക് എടുക്കാന്നാണ് പറയുന്നത് കേട്ടോ. അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞിരുന്നു കയറുമ്പോൾ ഇമ്മയുടെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് വാശി പിടിക്കരുതെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടാവണം കേട്ടോ. ഇപ്പം ഈ സൈഡിൽ നോക്കി 499 ആണ് ആ ഷർട്ട്സുകളൊക്കെ വരുന്നത്. എല്ലാം കോട്ടൻ്റെ ഷർട്ട്സുകളാണ് തോന്നുന്നു. ഞാൻ ജെൻസിൻ്റെ മെറ്റീരിയൽസുകൾ എങ്ങനെയാണെന്നൊന്നും ചെക്ക് ചെയ്തില്ല. ഇതൊക്കെ ടീഷർട്ട്സുകളാണ്. ഒരുപാട് കളക്ഷൻസ് ആട്ടോ. ഒരുപാട് റോസുകളിൽ ഇങ്ങനെ തൂക്കി അവർ ഇട്ടിരിക്കുകയാണ്. ഇപ്പം ഇത് സഞ്ജുവിന് വേണ്ടിയിട്ട് അവൾ സെലക്ട് ചെയ്തിട്ടുള്ള ട്രൗസറാണ് കേട്ടോ. 99 ആണ് പ്രൈസ് വരുന്നത്. ഒന്നിന് 99 രൂപയാണ്. ഈ സൈഡ് നല്ല ക്ലോത്ത് ആണ്, നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസുകൾ കണ്ടു കേട്ടോ. ഇലാസ്റ്റിക് ഉള്ള നല്ല ഇലാസ്റ്റിക്കുകൾ, നല്ല ക്ലോത്താണ്. ടവല് അത് അവൾക്ക് 3 ഉണ്ടായിരുന്നു. അവിടെ വെക്കുന്ന കൈ കൊടുക്കുന്ന ടവല്, ഓരോ ഫ്രോക്കുകൾ കൊണ്ടുവന്ന് കാണിച്ചു തരിക, ഓരോ ടീഷർട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരിക, അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. 3 എണ്ണത്തിന് ഞങ്ങൾ പിന്നെ
അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത്. പിന്നെ കുട്ടികൾക്ക്, അതായത് ന്യൂ ബോൺ ബേബീസിന് കിടക്കാനുള്ള കുഞ്ഞു കുഞ്ഞു മെത്തകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, പില്ലോസുകൾ, ബെഡ്ഷീറ്റുകൾ, 99 രൂപയ്ക്ക് ബെഡ്ഷീറ്റുകൾ, അതൊക്കെ ഈ സൈഡിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഇങ്ങോട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ കണ്ടോ, ഇത് നമ്മുടെ ഇതാട്ടോ മെത്തകളാണ്, ബെഡുകൾ, ബെഡ് കവറുകൾ, അതൊക്കെ കുട്ടികൾ കിടക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, അതൊക്കെയാണ് അങ്ങോട്ട് വരുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസുകളുടെ ഷർട്ടുകളാണ്, കോട്ടൺ ലിനൻ ഷർട്ടിൽ വരുന്ന അങ്ങനെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് ഷർട്ടുകളാണ് ഹാങ് ചെയ്തിട്ടുള്ള, മീൻസ് കവറിലൊക്കെ ആക്കിയിട്ട് ഹാങ് ചെയ്തിട്ട് ഈ ഒരു അറ്റം മുതൽ ആ ഒരു അറ്റം വരെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പൊ സജിയേട്ടനും ഷർട്ട് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ സജിയേട്ടനും എടുത്തില്ല. എനിക്ക് തോന്നുന്നു ഞാനിത് കയറുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാണ്ട് പോയൊരു സംഭവമാണ്. അങ്ങനെ പോയിട്ട് പർച്ചേസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച, ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴാണ് ഇവര് എടപ്പാൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒപ്പം അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാന്ന് വിചാരിച്ച് കയറിയതാണ്. പിന്നെ ഈ നമ്മളിപ്പോൾ കണ്ടത് കർട്ടൻസുകളാണ്. അതിൻ്റെ ഈ സൈഡിലോട്ടായിട്ട് ധോത്തീസ്, പിന്നെ വീട്ടിലുടുക്കുന്ന മുണ്ടുകൾ, ലുങ്കികൾ, അതൊക്കെ ഉണ്ട്. 299 ആണ് വരുന്നത്. നല്ലതാണ് കേട്ടോ, നല്ല നല്ല സാധനങ്ങളായിരുന്നു. ഞങ്ങൾ നോക്കി, ഓരോ കവറും ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. 99 കണ്ടോ, 99 രൂപ മുതലാണ് ലുങ്കികളൊക്കെ വരുന്നത്, വീട്ടിലുടുക്കുന്ന ലുങ്കികൾ വരുന്നത്. പിന്നെ മുണ്ടുകളൊക്കെ നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ എല്ലാ സാധനങ്ങളും കേട്ടോ, എന്ത് കണ്ടാലും അവിടെ പ്രൈസിലൊക്കെയാണ് വന്നിരുന്നത്. ഇപ്പൊ നോക്കിയേ, 49 രൂപ മുതൽ അങ്ങനെ മാറി. പിന്നെ ആഗ്രഹങ്ങളൊന്നുമില്ല. വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളും പുറത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ, ഹവായി സ്ലിപ്പേഴ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ചെരുപ്പുകളാണ് 49 രൂപ മുതൽ. ഇത് മൊത്തം ഈ മറ്റേ നമ്മുടെ ഈ ഫ്ലിപ്സിന്റെ ചെരുപ്പുകൾ, ക്രോക്സിന്റെ ചെരുപ്പുകളൊക്കെ ഇല്ലേ, അതുപോലത്തെ ഫ്ലിപ്പ് ഫ്ലോപ്സുകളൊക്കെ ആയിരുന്നു ഈ സൈഡിൽ ഉണ്ടായിരുന്നത്. അതും അത്യാവശ്യം നോക്കി എല്ലാതും നല്ല നല്ല ക്വാളിറ്റികളിലുള്ള ചെരുപ്പായിരുന്നു. ഞാൻ പ്രൈസ് അതിൻ്റെ ശ്രദ്ധിച്ചില്ല കേട്ടോ, നമ്മൾ വാങ്ങിക്കാന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ഞങ്ങൾ ആ ഒരു സെക്ഷൻ മതിയാക്കി. എനിക്കൊരു ടോപ്പും പിന്നെ സഞ്ജുമോൾക്ക് 2 മിഡിയും ട്രൗസേഴ്സും എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി പോവാൻ നേരത്താണ് ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കേട്ടോ. ഇവരുടെ തന്നെ വീട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ, പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കിച്ചൺ ഐറ്റംസുകൾ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അത്രയും വില കുറവിൽ നല്ല ക്വാളിറ്റിയിൽ അവർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുണ്ടായിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. കുറച്ച് ലേഡീസിൻ്റെതായിട്ടുള്ള ക്ലച്ചസുകൾ, പിന്നെ ചീപ്പുകൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, നമുക്ക് ലേഡീസിന് ആവശ്യമായിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സുകൾ, അതൊക്കെ ഉണ്ട്. പക്ഷേ മേക്കപ്പ് പ്രൊഡക്ട്സുകളൊന്നും അത്ര ക്വാളിറ്റി ഇല്ലാത്തതാണ്, അതൊന്നും നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റില്ല. മേക്കപ്പ് പ്രൊഡക്ട്സുകൾ ഐ മീൻ ലിപ്സ്റ്റിക്സ്, ഐലൈനർ, അങ്ങനെയുള്ള സാധനങ്ങൾ, പൊട്ട്, നെയിൽ പോളിഷ്, അതൊന്നും വലിയ തരക്കേടില്ല തോന്നുന്നു കേട്ടോ. പിന്നെ കമ്മലിന്റെ ഭാഗത്തോട്ടാണ് പിന്നെ പോയത്. അതിലെനിക്ക് ഈ കമ്മലുണ്ടല്ലോ, ഇപ്പം ഞാൻ കാണിച്ച ഈ കമ്മല്, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് കമ്മലുകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കുറേ കണ്ടു, അത് മേടിക്കണം എന്ന് എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആഗ്രഹം ഉള്ളിൽ ഒതുക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നു കേട്ടോ. പിന്നെയാണ് ഞാനൊരു വെറൈറ്റി ആയിട്ട് സാധനം കണ്ടിട്ടുള്ളത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതൊരു ഹോട്ട് ബാഗ് ആണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഹോട്ട് ബാഗ് വേറൊരു തരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ പീരിയഡ്സിൻ്റെ ടൈമിലൊക്കെ ഇങ്ങനെ വയറ്റിന് വെക്കുന്ന, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, വേദനയുള്ള ഭാഗത്ത് വെള്ളം വെച്ചിട്ട് വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ വെക്കുക എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം അത് ഞാൻ വെറുതെ ഒന്നിങ്ങനെ നോക്കി. പിന്നെ മാറാല തട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയ പോലെ ഇപ്പുറത്തോട്ട് വീണ്ടും നുഴഞ്ഞു കയറിയിട്ടോ. അപ്പം അവിടെ നോക്കുമ്പോൾ കുറേ കണ്ണടകൾ, പിന്നെ നല്ല നല്ല ഗ്ലാസ്സസുകൾ കണ്ടു. പിന്നെ ഈ സൈഡിലോട്ട് ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ആക്ച്വലി പുറത്തിറങ്ങിയപ്പോഴാണ് കണ്ടത്. അപ്പം ഞാൻ വീണ്ടും ഉള്ളിലോട്ട് തന്നെ കയറിയതാണ്. ജ്യൂസ് ഗ്ലാസ്സസുകൾ, കോഫി, ടീ ഗ്ലാസ്സസുകൾ, അങ്ങനെയുള്ള മഗ്ഗുകൾ, പിന്നെ നമ്മുടെ ഈ എന്താ പറയുക, വെറൈറ്റി കൈൻഡ് ഓഫ് കുട്ടികളുടെയൊക്കെ ഇതില്ലേ, ടോം ആൻഡ് ജെറീസുകൾ കപ്പിലൊക്കെ വെച്ചിട്ടുള്ള അത്, പിന്നെ ഉപ്പ് ഇട്ട് വയ്ക്കുന്ന ഇങ്ങനത്തെ പോട്ടുകൾ, ഇതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. 80 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ.
അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങളെല്ലാവരും എടപ്പാളുകാരാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് വന്നിട്ട് വളരെ കുറച്ച് പൈസയ്ക്ക് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും നോക്കുക കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു. വരുന്ന വഴിക്ക് അവിടെ അയ്യപ്പ വിളക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ജിലേബി വാങ്ങി കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ജിലേബി. ഏത് ജിലേബിയാണെന്ന് വെച്ചാൽ ശർക്കര ജിലേബിയും മറ്റേ മഞ്ഞ ജിലേബിയും ഉണ്ടായിരുന്നു. എനിക്കിഷ്ടം ശർക്കര ജിലേബിയാണ് കേട്ടോ. അപ്പം നന്ദു അത് കാണിച്ച് ഇങ്ങനെ കൊതിപ്പിക്കുകയാണ് ഞങ്ങളതിനെ. ഞങ്ങൾ 4 ആളും ചുറ്റും നിൽക്കുക. അവൾ തന്നെ ഈ രണ്ടും എടുത്തിട്ട് ഇങ്ങനെ കൊതിപ്പിക്കുക. അവൾ ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പം സഞ്ജു ഞങ്ങളോട് പരാതിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്. പാവം തോന്നിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് പാവം തോന്നണേ കാണുമ്പോൾ. അപ്പം ഇങ്ങനെ ഒരു കഷ്ണം കൊടുത്തു. അവളിങ്ങനെ ദേഷ്യത്തിലൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഞങ്ങളുടെ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.